തിരുവനന്തപുരം കാട്ടാക്കടയിൽ കാട്ടുപന്നിയുടെ പരാക്രമം. ആമച്ചലിൽ കടയ്ക്കുള്ളിൽ കയറി സാധനങ്ങൾ നശിപ്പിച്ചു. ദൃശ്യങ്ങൾ 24-ന്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലിം മാലിക്കാണ്. സലീം, ഈ ജനങ്ങൾ കൂടുതലുള്ള പ്രദേശം, അതുപോലെ തന്നെ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ ഉള്ള ആ സ്ഥലത്ത് കാട്ടുപന്നി ഇത്തരത്തിൽ വന്ന് കടയിൽ കയറാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എന്താണ് സംഭവിച്ചത്? ക്രിസ്റ്റീന, മുൻപ് ഈ കാട്ടുപന്നി നമ്മൾ നാട്ടിലുള്ളവർക്ക് അതങ്ങനെ ഒരു അത്ഭുത ജീവി, അതല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കാണാൻ കിട്ടുന്ന ഒരു ജീവിയായിരുന്നെങ്കിൽ ഇപ്പോഴത് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും കാട്ടുപന്നിയുടെ പരാക്രമമുണ്ട്. അത് ജനവാസ മേഖലയിലേക്ക് വല്ലാതെ കാട്ടുപന്നികൾ വ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ കാട്ടാക്കട ആമച്ചൽ എന്ന് പറയുന്ന പ്രദേശം, അവിടെയും കാട്ടുപന്നി സ്വാഭാവികമായി എത്താൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഇടമാണ്. അടുത്തെങ്ങും കാടില്ല, അതൊരു ടൗണുമാണ്. പക്ഷേ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ 3 ആംഗിളിൽ നിന്നുള്ള CCTV ക്യാമറ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഒന്ന് ആ ടൗണിലാണ്. ആ ടൗണിൽ ഒരു പട്ടി മുന്നേ ഓടുന്നു, അതിന് തൊട്ടുപിറകെ ഒരു കാട്ടുപന്നി മാത്രമായി ഓടുന്നു. അതിനുശേഷം ഈ പന്നി സ്റ്റെപ്പിലേക്ക് കയറിപ്പോകുന്നു. ഒരു കടയ്ക്ക് മുകളിൽ ഒരു ഗ്ലാസ്സിലിടിച്ച് അതിനുശേഷം സ്റ്റെപ്പിലേക്ക് കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഒന്നാമത്തെ ക്യാമറയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പടി കടന്നാണ് ഈ പന്നി ഒരു കടയ്ക്കുള്ളിലേക്ക്, ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഭയന്ന് നിലവിളിക്കുന്നത് നമുക്ക് കാണാം. ആ ശബ്ദം ഉൾപ്പെടെ കേൾക്കുകയും ചെയ്യാം. അതിനുശേഷം ഈ കാട്ടുപന്നി അകത്തേക്ക് കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യമാണ് നമുക്ക് രണ്ടാമത്തെ ക്യാമറയിൽ നിന്നുള്ളത്. മൂന്നാമത്തെ ക്യാമറയിൽ ആ കാട്ടുപന്നി ആ കടയ്ക്കുള്ളിൽ സ്വൈര്യവിഹാരം നടത്തുന്നതിൻ്റെ, പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ 3 ആംഗിളിൽ നിന്നുള്ള കാട്ടുപന്നിയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ കടയിലുള്ളവർ തന്നെ ബഹളം കൂട്ടിയപ്പോൾ ഈ പരിഭ്രാന്തനായ കാട്ടുപന്നി ആ ടെറസിൽ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് എടുത്ത് ചാടുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ അപകടം, ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. മാത്രമല്ല, ഈ നാട്ടിൽ ഈ ഒരു കാട്ടുപന്നി മാത്രമല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കാട്ടുപന്നിയാണെങ്കിൽ അതൊരു കാട്ടുപന്നി കൂട്ടമായി തന്നെ ഈ ഇവിടേക്ക് ഇറങ്ങി കാട്ടാക്കട ആമച്ചൽ എന്ന് പറയുന്ന പ്രദേശത്തെത്തി വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു എന്നാണ് നാട്ടുകാരും പറയുന്നത്. ക്രിസ്റ്റീന, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സലിം മാലിക്.